കായിക ലോകത്തേക്കാണ്. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യം മെക്സിക്കോയിലും പിന്നീട് കാനഡയിലും ഒടുവിൽ USA-യിലും വേദിയിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. രാത്രി 10:30 ആണ് മെക്സിക്കോയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുമ്പോൾ ലോകം ഇനി ഉറങ്ങാത്ത ദിനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇത്രമാത്രം ദൈർഘ്യമേറിയ ദിനങ്ങൾ ഉറങ്ങാതിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇത് ഏറ്റവും വിപുലമായിട്ടുള്ള ലോകകപ്പാണ്. ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത മട്ടിൽ 48 ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ്, 12 ഗ്രൂപ്പുകൾ, അത് 16 വേദികളിലായി, 3 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ, ഏതാണ്ട് 1248 താരങ്ങൾ. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന, ജൂലൈ 19 ഫൈനൽ പോരാട്ടം. ആ ഫൈനൽ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആവേശത്തിന് ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. ആ കിക്ക് ഓഫ് അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോ 3ാം തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാകുന്നു. USA 2ാം തവണയാണ്. 94-ലാണ് USA ഏറ്റവും ഒടുവിലായി ലോകകപ്പിന് ആതിഥേയരായത്. കാനഡ ആദ്യമായിട്ടും ഒരു സഹ ആതിഥേയരായി ഈ ലോകകപ്പിന്റെ പട്ടികയിലേക്ക് കളം പിടിച്ചെത്തുകയാണ്. അങ്ങനെ മെക്സിക്കോയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം രാത്രി 12:30 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുന്നതോടുകൂടിയാണ് ലോകകപ്പിന് കിക്ക് ഓഫ്. അതിനു മുമ്പ് മെക്സിക്കോയിൽ ഒരു വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംഗീത പരിപാടികൾ ഉൾപ്പെടെ, നൃത്ത പരിപാടികൾ ഉൾപ്പെടെ എല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇനി മെക്സിക്കോയിൽ മാത്രമല്ല, ഉദ്ഘാടന ചടങ്ങ് അത് 3 ആതിഥേയ രാജ്യങ്ങളിലുമുണ്ട്. ആദ്യം മെക്സിക്കോയിൽ, രണ്ടാമത് കാനഡയിൽ, 3ാമത് അമേരിക്കയിൽ എന്നിങ്ങനെയാണ് ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റിന്റെ തുടക്കമാക്കാനാണ് ഇപ്പോൾ ഫിഫയുടെ ശ്രമം. അത് 3 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ യാത്ര ചെയ്യുന്ന ഫുട്ബോൾ ആരാധകർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും, കാരണം 3 രാജ്യങ്ങൾ കടന്നു വേണം അവരുടെ പ്രിയപ്പെട്ട ടീമുകളുടെ മത്സരം കാണാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളും എന്താണ് ഫിഫ കരുതി വെച്ചിരിക്കുന്നു. ട്രയോണ്ടയുടെ പ്രയാണമാണ് ഇനി. അതായത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ഈ ട്രയോണ്ട. ഈ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ ഏറ്റവും ഒടുവിൽ ജൂലൈ 19 ആരാണ് കിരീടധാരണ നേടുക എന്നുള്ളത് മാത്രമാണ് കാത്തിരിപ്പ്.